ഇസ്രായേലിന്റെ സൈനിക ശേഷി സംബന്ധിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഒരു പ്രസ്താവനയാണ്. ഇറാൻ അമേരിക്ക സമാധാന കരാറിനെ ബഹുമാനിക്കാത്തത് ഏക സഖ്യകക്ഷിയായ അമേരിക്കയെ എതിർക്കുന്നതിന് സമാനമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു വാൻസിന്റെ ആ വാക്കുകൾ. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വഷളായാൽ ഇസ്രായേലിന് സ്വന്തമായി സൈനിക ശക്തി നിലനിർത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇതോടുകൂടി ഉയർന്നിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വികസിത പ്രതിരോധ വ്യവസായ രാജ്യങ്ങളിൽ ഒന്നായ ഇസ്രായേൽ എല്ലാ വർഷവും കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ സൈന്യം കൂടുതലും ആശ്രയിക്കുന്നത് അമേരിക്കയാണ്. ഇസ്രായേലിലെ പ്രശസ്തമായ അയൺ ഡോം മിസൈൽസ് പ്രതിരോധ സംവിധാനം പോലും പൂർണ്ണമായും സ്വതന്ത്രമല്ല. ഇസ്രായേലിൽ രൂപകൽപ്പന ചെയ്തതാണെങ്കിലും അമേരിക്കൻ പ്രതിരോധ കമ്പനികളുമായി സഹകരിച്ചാണ് ഇസ്രായേൽ ഇത് നിർമ്മിക്കുന്നത്. ഈ പദ്ധതിയിൽ അമേരിക്ക കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചിട്ടുമുണ്ട്. കൂടാതെ നിരവധി ഇന്റർസെപ്റ്റർ മിസൈലുകളും US-ലാണ് നിർമ്മിക്കുന്നത്. കനത്ത ആക്രമണങ്ങൾ നേരിടുന്ന സമയങ്ങളിൽ ഇസ്രായേലിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് പോലും അമേരിക്കയുടെ സഹായം അവർക്ക് ആവശ്യമാണ്. പലപ്പോഴും ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെ ആക്രമണങ്ങളെ തടയുന്നത് അമേരിക്കയുടെ താഡ്, പേട്രിയറ്റ് പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്. ചുരുക്കത്തിൽ സ്പെയർ പാർട്സ്, വെടിക്കോപ്പുകൾ, സൈനിക ഉപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നത് അമേരിക്ക നിർത്തിയാൽ ഇസ്രായേലിന്റെ യുദ്ധശേഷി അതിവേഗം ഇല്ലാതാകുമെന്നാണ് സൈനിക വിശകലന വിദഗ്ധർ വാദിക്കുന്നത്.